കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ് പേഴ്സൻ്റെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക് അവരുടെ പാരൻസ് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ ഉണ്ടാവുക. അവർ പറയാണ് ശരി നീനിപ്പം മാറുമൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നിന്നോ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് മാറണം. എന്നാൽ പിന്നെ ഞങ്ങൾ ചാവാൻ പോവാണ് എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങൾ മരിച്ചോ, ഇത്ര വർഷമൊക്കെ നിങ്ങൾ ജീവിച്ചിരുന്നില്ലേ, ഞാൻ ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചതുപോലെ മാറിയിട്ട് ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എൻ്റെ കൂടെ എൻ്റെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് 2 പേരുണ്ടായിരുന്നു. പുതിയ ജീവിതത്തിലേക്ക് പിച്ച വയ്ക്കുന്ന സമയത്ത് എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു 9 ദിവസത്തോളം കിടന്ന കിടപ്പായിരുന്നു. ബാക്കിലൊക്കെ ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു, അതുപോലെ സ്റ്റിച്ച് പൊട്ടുമായിരുന്നു, താഴത്തെ സർജറി കഴിഞ്ഞിടത്ത് സ്റ്റിച്ച് പൊട്ടുമായിരുന്നു. സോ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഒരു കഥനയാവും. ഫസ്റ്റ് സ്റ്റേജിൽ വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ തിയേറ്റർ ടീം, അപ്പം ട്രാൻസ്ജെൻഡർ ആയിരുന്ന ആളുകൾ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി. നിറയെ ആളുകളുടെ മുൻപിലാണ് എൻ്റെ പാരൻസ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്, ഇത്രയും നാൾ ഞങ്ങൾക്കൊരു മകനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു മകളാണ്. കളിയാക്കപ്പെടുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷേ ഞാനിപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട്. ആ കളിയാക്കപ്പെട്ടടുത്ത് തന്നെ ഇപ്പം ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അയ്യോ കണ്ടാൽ ട്രാൻസ് ആണെന്ന് തോന്നത്തില്ല, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ വന്ന് പറയുമ്പം ഞാൻ സന്തോഷിക്കാറുണ്ട്. അന്ന് കളിയാക്കിയവരാരെങ്കിലും പിന്നീട് അതേ ആളുകൾ തന്നെ അദ്ദേഹത്തിനോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ട്? കുറെ വർഷം എത്രയോ ആളുകൾ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഹരാസ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പിന്നീട് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അതെ, റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് ആളുകൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു, മല്ലിയായിട്ട് ദയയുടെ മുഖമാണ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ. അങ്ങനെയാണ് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിക്കണം എന്ന് പോലും ചിന്തിച്ചത്. ഒരു മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ആളുകൾ വായിക്കുമ്പോൾ എന്നെ അങ്ങനെ കാണുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ മല്ലി ഞാനത് വായിക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ ഫേസ് അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എനിക്കെന്തോ ഒരുപാട് മുഖങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. മേ ബി ഞാനൊരു ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാവാം. ഹലോ ആൻഡ് വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദയാ ഗായത്രിയാണ്. വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം. എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ ഇങ്ങനെ പറ്റുമ്പോഴേക്ക്. അതെ, ഞാനായിട്ട് എന്താ പറയാ, നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതെ, പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറെന്തോ പോലെ. പിന്നെ ദയ എപ്പോഴും കുറച്ച് ലൈക്ക് സിംഗിൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാം, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെക്കും. ബട്ട് എനിക്ക് ഒരു ഇന്റർവ്യൂ വേണം എന്ന് പറഞ്ഞപ്പോഴേക്ക് റെഡി, നീ വന്നെടുത്തോ, ലൈക്ക് അങ്ങനെ പറയുമ്പോഴേക്ക് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ടാ യെസ് പറഞ്ഞത്? അല്ല, പൊതുവേ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവര് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ 4 പേര്, നമ്മൾ ഫ്രണ്ട്സ് സർക്കിൾ ആകുമ്പോൾ പറയാമല്ലോ, നമ്മൾ 4 പേര് ഒരുമിച്ച് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ചെയ്യണമൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ ശരി കൊടുക്കാൻ പോവാം. പക്ഷെ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ്. ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ എന്തോ ഒരു ശമ്പളമൊക്കെ തോന്നും. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള 100 പറയുമ്പോൾ ഇങ്ങനെ വരാതിരിക്കും. അതെ, എപ്പോഴും ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കെ ലൈക്ക് ദേനെ ക്യാരി ചെയ്യുന്നൊരു രീതിയുണ്ട്. എന്താ ആ ഒരു ഫെമിനിറ്റി ആണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റോടുകൂടി അതേ എപ്പോഴും നോക്കിക്കാണുന്നത്. ദേനെ തന്നെ ആ ക്യാരി ചെയ്യുന്ന രീതി അത് ഭയങ്കര രസമാണ്. എങ്ങനെയാ അങ്ങനെ നടക്കാൻ പറ്റുന്നത്? ഞാനും എൻ്റെ കുഞ്ഞിനെ മുതലേ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയം മുതലേ, അതായത് ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞിലെ മുതലേ എൻ്റെ മനസ്സിനകത്തൊരു സ്ത്രീ സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാവണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ. മേ ബി സൊസൈറ്റിയുടെ ഒരു പ്രഷർ കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് വരുന്നുണ്ടാവാം. അപ്പോഴൊക്കെ തന്നെയും എൻ്റെ മനസ്സിലൊക്കെ ഉള്ളൊരു സ്ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോപി പൊട്ടൊക്കെ തൊട്ട് അല്ലെങ്കിൽ എന്താ കുളിപ്പിന്നിലൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു
ഒരു സാധനമാണ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. സോ ഈ അടുത്ത കാലം വരെ ഞാൻ കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് മോഡേണൊക്കെ ആയിട്ട് ഡ്രസ്സ് ഇടാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ ഇഷ്ടമില്ലാത്തൊരു ദയ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അതെ, ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ കുളി കഴിഞ്ഞാൽ ഒരു പൊട്ട് മാത്രം കുത്തി രാസനദി തിരികെ കയ്യിലെ കറുത്ത കുപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യില്ലായിരുന്നു. ഡെയിലി ലൈഫിൽ പോലും ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഞാൻ. പക്ഷെ ഇന്നിപ്പം ഞാൻ ഒരുപാട് മാറി കേട്ടോ. അതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും അറിയാം എൻ്റെ ഒരു ചേഞ്ച്. എന്താ പറയുക, മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ നേരത്തേക്ക് ഒരു സ്ലീവ്ലെസ് ഇടുന്ന സമയത്ത് ഭയങ്കര മടിയായിരുന്നു എനിക്ക് ചേരത്തില്ല. എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല. അയ്യോ കയ്യിലേക്ക് ആളുകൾ നോക്കത്തില്ലേ, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കഴുത്ത് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഒന്നിനും ബോധർ ചെയ്യുന്നില്ല. അത് മേ ബി പ്രായത്തിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ സൊസൈറ്റി മാറുന്നതിനോടൊപ്പം തന്നെ മനസ്സും കൂടെ മാറുന്നതുകൊണ്ടാവാം. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് പണ്ട് മുതലേ ഒരു സങ്കല്പങ്ങളിലൂടെ ജീവിച്ച ഒരാളാണല്ലോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിനിമയൊക്കെ കാണുമ്പോഴേക്ക് നമുക്കിങ്ങനെ ചില മൂവി ക്യാരക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴേക്ക് ഈ ആള് ലൈക്ക് ഇതുപോലെ ആകണം, അങ്ങനെ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കപ്പെട്ട ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ വിട്രോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, അതായത് എൻ്റെ ഒരു മനസ്സിലൊരു സ്ത്രീ സങ്കല്പം, അതായത് രൂപം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം സംയുക്ത വർമ്മേനെയാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് അവരുടെ ആ ഒരു അവരെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഗോപിപ്പൊട്ട് അവിടുന്ന് വന്നതായിരിക്കും അല്ലേ? ഗോപിപ്പൊട്ട് ആക്ച്വലി ഒരു ട്രാൻസ് വുമൺ ഉണ്ട്, ലക്ഷ്യ എന്നാണ് ചേച്ചിയുടെ പേര്. ഞാൻ ആദ്യമായിട്ട് ലക്ഷ്യ ചേച്ചിനെ കാണുന്ന സമയത്ത്, ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വന്നിട്ടേ ഉള്ളൂ, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അവരെ കാണുമ്പം എനിക്കവർ ട്രാൻസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം അത്രയും ഫെമിനിനായിട്ടുള്ളൊരു ഒരാൾ, ഭയങ്കര ഒരു നല്ല ഭംഗി അവരെ കാണുമ്പം. അതായത് അവരെ കണ്ണെടുക്കാതെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന തരത്തിൽ ഞാൻ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവരെ ഓരോ ഇങ്ങനെ അടിമുടിയിൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ട്രാൻസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടെ അത്ഭുതമായി. കാരണം അയ്യോ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ, ഇതുപോലെ സർജറി ഒക്കെ കഴിയുമ്പോൾ ഇതുപോലൊരു ചേഞ്ച് ഉണ്ടാവുമോ, ഞാനും അതുപോലെയൊക്കെ മാറുമോ, ഞാനും അതുപോലെയൊക്കെ അവരുടെ പോലെയൊക്കെ ആവുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവരെ കണ്ടിട്ടാണ് ഗോപിപ്പൊട്ട് കൂടുതലും എനിക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അതെ. അപ്പോൾ ഈ സംയുക്ത വർമ്മയുടെ കേസ് നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് മഴ മൂവി ഭയങ്കര ഇഷ്ടമാണ്. മേഘമൽഹാർ, മധുര നൊമ്പരക്കാറ്റ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ചില സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ മഴയൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കതിനെ അറിയത്തില്ല, ഞാനതിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമകളൊക്കെ. സോ ആകെ 20 സിനിമകളിലെ സംയുക്ത ചേച്ചി അഭിനയിച്ചിട്ടുള്ളെങ്കിലും എന്തോ മനസ്സിൽ ഭയങ്കര തങ്ങി നിൽക്കുന്ന ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി. അത് നോവല് വന്നു, നോവല് വായിച്ചതിന് ശേഷവും മൂവിയുടെ ഒരു കോൺസെപ്റ്റിൽ കുറേ പേര് ഓരോ പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോഴൊക്കെയും ഈ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരേപോലെ മല്ലി എന്ന് പറഞ്ഞിട്ട് ദയൻ്റെ ഇടുന്നത്. അതെങ്ങനെയാ ഒരു ആളുകളിലേക്ക് എങ്ങനെയായിരിക്കും ദയൻ്റെ ഫേസ് മല്ലിക്ക് വന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് ആളുകൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു, മല്ലിയായിട്ട് ദയയുടെ മുഖമാണ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ. അങ്ങനെയാണ് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിക്കണം എന്ന് പോലും ചിന്തിച്ചത്. പിന്നീട് അഖിൽ പി ധർമ്മജനായിട്ട് സൗഹൃദമായി. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൽ ആ ഒരു മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ആളുകൾ വായിക്കുമ്പോൾ എന്നെ അങ്ങനെ കാണുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ മല്ലി ഞാനത് വായിക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ ഫേസ് അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എനിക്കെന്തോ ഒരുപാട് മുഖങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. മേ ബി ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാവാം എനിക്ക് എല്ലാ മുഖങ്ങളും വന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒരുപാട് ആളുകൾ അത് വായിച്ചിട്ട് എന്നെ പോലെ എനിക്ക് മല്ലിയായിട്ട് എന്നെയാണ് തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. സിനിമയാവുന്ന കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോടൊക്കെ പറഞ്ഞത് ചേച്ചിയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങളുടെ വായനയിൽ
എൻ്റെ മുഖം ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് വലിയൊരു ഗ്രേറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമ്മളൊരു അവിടെ കൃത്യമായിട്ടൊരു കാസ്റ്റ് ഉണ്ട്, നമ്മൾ അയാളെ കണ്ടിട്ടാണ് ഓക്കെ നമ്മൾ അവരെ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരാളുടെയും ഫേസ് കൊടുക്കാതെ ഒരു വായനയിൽ നിന്നിട്ട് അവരെൻ്റെ മുഖം ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്താ ഭയങ്കര സന്തോഷം. മറ്റേ ബ്ലെസ്ഡ് ഫീൽ അല്ലേ? അതെ, ബ്ലെസ്ഡ് ഫീൽ. ഇതേടെ ഇപ്പോൾ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ ലൈഫ് നോക്കുകയാണെങ്കിൽ, ഇപ്പം പെട്ടെന്ന് വന്ന് ഫേമസ് ആയ ഒരാളല്ല. ആദ്യം മുതലേ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കയറിയും താന്നും പൊങ്ങിയും താന്നും അങ്ങനെ തന്നെ പോകുന്ന ആളാണ്. അതിനിടയ്ക്ക് പല സമയങ്ങളിലും ചിലപ്പോൾ കോൺട്രവേഴ്സീസ് ഉണ്ടാവാം. പിന്നെ അങ്ങനെ ഒരു ലൈക്ക് ഒരു മിക്സ്ഡ് ആണ് ആ ഒരു ലൈഫ്. ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? പലപ്പോഴും മുങ്ങാറുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ. ഞാൻ ഒരിക്കലും എന്നെ 4 പേര് അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല, ഒരിക്കലും. അതിൻ്റെ റീസൺ, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത്, മനസ്സും ശരീരവും വൈരുദ്ധ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനൊപ്പം എൻ്റെ ശരീരത്തെ മാറ്റുക എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ എന്നെ 4 പേര് അറിയണം, അല്ലെങ്കിൽ എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം, എന്നെ ആളുകൾ ശ്രദ്ധിക്കണം, എവിടെ പോയാലും എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. അത് ഇപ്പോഴും ഞാനത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചതുപോലെ മാറുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിലൊരു പോയിന്റിൽ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കേണ്ടി വന്നു. അതായത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്ന് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പെട്ടുപോയ ഒരാളാണ്. അതല്ലാതെ ഇപ്പോഴും ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനുള്ള ദ റീസൺ, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ ഒരു ചേച്ചിനെ കണ്ടു എന്ന് പറഞ്ഞില്ല, ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ചേച്ചിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രാൻസ് പേഴ്സണാന്ന് പറയില്ലാത്ത തരത്തിൽ, ഞാൻ ഈ പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നിരുന്നാൽ പോലും, അവരെ കണ്ടാൽ പറയില്ല എന്നൊരു എന്താ പറയുക, സോക്കോൾഡ് ഒരു സ്ത്രീ ലുക്കൊക്കെ ഉള്ളൊരു ഒരാളാണ് അവർ. അപ്പം അതുപോലെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി മാറി, ഒരു തരത്തിലും ഒരാൾക്കും അറിയാതെ, ഒരു ട്രാൻസ് വുമണാണെന്ന് അറിയാതെ ഒരു ഫീമെയിൽ പ്രിവിലേജിൽ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടിപ്പോയി ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ പുള്ളിക്കാരുടെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോഴേ എനിക്കങ്ങനെ തോന്നി, എന്നെ ആരും അറിയരുത്, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, ഇങ്ങനെ മാറിയിട്ടുള്ള ഒരാളാണെന്ന് ആരും അറിയരുത്, അതല്ലാതെ എവിടെയെങ്കിലും പോയി ജീവിക്കണം എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അബദ്ധവശാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പെട്ട ഒരാളാണ്. പിന്നെ നോക്കിയപ്പം എനിക്കൊരു ഇൻകം വരാൻ തുടങ്ങി. ഇതിപ്പം ഓരോരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മളറിയാലോ, സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. അപ്പം പിന്നീട് ഞാൻ കൊള്ളാം, വരുമാനം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം അല്ല എൻ്റെ ജീവിതം, പക്ഷെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങുമായിരിക്കും. ഇനി അതല്ല വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ട. എന്നെ അങ്ങനെ ആളുകളും എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ വുമൺഹുഡ് എവറി മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ദേയുടെ ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിരുന്നോ? ലൈക്ക് ഫാമിലി സപ്പോർട്ടോട് കൂടിയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നോ? അതെ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ് പേഴ്സൻ്റെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക് അവരുടെ പാരൻസ് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ ഉണ്ടാവുക. ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. എൻ്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇൻസൈഡ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ പാരൻസിനോടാണ് പറയുന്നത്. അമ്മയോടാണോ? 2 പേരോടും. കാരണം അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമൊക്കെ പറയുന്ന സമയത്ത് ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. എതിർപ്പെന്ന് പറയാൻ ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമല്ല, അവർക്കത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട്. അതായത് അവർക്ക് കുറച്ച് സമയം വേണം. അവർ അത്രയും വർഷങ്ങൾ ഒരു മകനെ കണ്ടെടുത്ത് പിന്നീടൊരു മകളായിട്ട് കാണാനായിട്ട് അവർക്ക് കുറച്ച് സമയം വേണമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ അതിന് വില്ലിങ് ആയിരുന്നു. ഞാൻ അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. പിന്നെ പണ്ടേ ഇങ്ങനെ സംസാരിച്ച് കയ്യിലെടുക്കും എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് ഞാൻ എനിക്ക് എന്താ ഇൻസൈഡ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ പുള്ളിക്കത് മനസ്സിലാക്കാൻ പറ്റി. പുള്ളി അത് അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലൊക്കെ പോയി വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ പറയാണ്, ശരി നീനിപ്പം മാറുമൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്.
അപ്പോൾ ഞാൻ പറയില്ല എനിക്ക് പറ്റത്തില്ല, എനിക്ക് മാറണം, ഞാൻ ആഗ്രഹിച്ചതുപോലെ സർജറി ചെയ്യണം, മാറണം, സർജറിയൊക്കെ ഉണ്ട്, അങ്ങനെ സർജറി ചെയ്ത് മാറാൻ പറ്റും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഞങ്ങൾ ചാവാൻ പോവാണ് എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. അപ്പം ഞാൻ പറയാം എന്നാൽ പിന്നെ നിങ്ങൾ മരിച്ചോ, ഇത്ര വർഷമൊക്കെ നിങ്ങൾ ജീവിച്ചിരുന്നില്ലേ, ഞാൻ ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചതുപോലെ മാറിയിട്ട് ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. സോ അതെനിക്കെന്തോ എനിക്ക് കിട്ടിയൊരു സന്തോഷം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. എൻ്റെ കൂടെ എൻ്റെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് 2 പേരും ഉണ്ടായിരുന്നു. പുതിയ ജീവിതത്തിലേക്ക് പിച്ച വയ്ക്കുന്ന സമയത്ത് എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു 9 ദിവസത്തോളം കിടപ്പായിരുന്നു. ബാക്കിലൊക്കെ ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു, അതുപോലെ സ്റ്റിച്ച് പൊട്ടുമായിരുന്നു, താഴത്തെ സർജറി കഴിഞ്ഞിടത്ത് സ്റ്റിച്ച് പൊട്ടുമായിരുന്നു. സോ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഒരു കഥനയാവും. ഞാനങ്ങനെ എൻ്റെ വിഷമങ്ങൾ സംസാരിക്കണം ചിന്തിച്ചിട്ടല്ല വന്നിട്ടുള്ളത്, എന്നാലും പറയാണ്. അപ്പം ആ സമയത്തൊക്കെ തന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. ഒറ്റ മകളാണ്? അല്ല, ചേട്ടനുണ്ട്. അപ്പം ഇനി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ പോലും എന്നെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് പിടിച്ച ഹോസ്പിറ്റലിൽ വരാന്തയിലോട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബോഡി അല്ലായിരുന്നു എൻ്റേത്. അപ്പം അവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എന്നെ കുളിപ്പിക്കുന്നതും എന്നെ നോക്കുന്നതൊക്കെ എൻ്റെ അമ്മയായിരുന്നു. അത് ഭയങ്കര ബ്ലെസ്ഡാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ് എൻ്റെ സർജറി ആണെങ്കിലും എൻ്റെ പാരൻസിൻ്റെ കൂടെ ഉള്ളത്. ശരിക്കും അത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ കുറേ കൂടെ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും മേ ബി ഒരു പേരൻസും അങ്ങനെ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്ത് ആദ്യം തന്നെ കൂടെ നിൽക്കുന്നവർ വളരെ റെയർ ആയിരിക്കും അല്ലേ? ഇപ്പം ഒരുപാട് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം. എൻ്റെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ 2017 സ്കൂൾ ഓഫ് ഡ്രാമയുടെ അവിടെ വെച്ച് നമ്മൾ പഠിച്ചിട്ട് മഴവിൽ ധ്വനിയുടെ പറയാൻ മറന്ന കഥകൾ എന്ന് പറയുന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ. അപ്പം അവിടെ വെച്ചിട്ട് വലിയൊരു ക്രൗഡായിരുന്നു നമ്മുടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജായിരുന്നു അത്. നമ്മളതിനുശേഷം ഒരു 60-ലധികം വേദികൾ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ തിയേറ്റർ ടീം, അപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി. നിറയെ ആളുകളുടെ മുൻപിലാണ് എൻ്റെ പാരൻസ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്, ഇത്രയും നാൾ ഞങ്ങൾക്കൊരു മകനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു മകളാണ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഒരു മൊമെന്റ് അതൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അതെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അയ്യോ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ദയയുടെ ലൈഫിൽ ആ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് എന്തായിരിക്കും? അതായത് ഈ പേരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് ദയ തുറന്നു പറഞ്ഞപ്പോൾ കിട്ടി, ബട്ട് ഈ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിലാണെങ്കിലും എല്ലായിടത്തുനിന്നും ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ? ഇല്ല, എന്നെ കളിയാക്കുമായിരുന്നു എല്ലാവരും. കാരണം ഞാൻ ഭയങ്കര ഫെമിനിൻ ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഇപ്പം ഭയങ്കര ഫെമിനിൻ, വിസിബിൾ ആയിരുന്നു. എൻ്റെ ഫെമിനിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വിസിബിളായിരുന്നു. എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്, എനിക്ക് കയ്യിലും കാലിലൊന്നും രോമങ്ങളില്ല, താടിയും മീശയും. ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. എൻ്റെ ശരീരത്തിൽ തന്നെ ഹെയർ വരിക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം കളിയാക്കപ്പെടുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷേ ഞാനിപ്പം അതെ, അപ്പൊ കളിയാക്കപ്പെടുന്നവരോട് ഇടയ്ക്ക് കട്ടായി പോകുന്നറിയാം. കുറെ നാളെ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പൊ അതും കടന്ന് നമ്മളിപ്പോ ഇവിടെ എത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട്. ആ കളിയാക്കപ്പെട്ടടുത്ത് തന്നെ ഇപ്പൊ ഞാൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അയ്യോ കണ്ടാൽ ട്രാൻസ് ആണെന്ന് തോന്നത്തില്ല, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്. അന്ന് കളിയാക്കിയവരാരെങ്കിലും പിന്നീട് അതേ ആളുകൾ തന്നെ അദ്ദേഹത്തിനോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടോ? കുറേ വർഷം എത്രയോ ആളുകൾ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഹരാസ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പിന്നീട് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അതെ, എന്തായിരുന്നു റിയാക്ഷൻ അപ്പോൾ? അതെ, അങ്ങനെയല്ല, എനിക്കത് എന്നെ ആ ഒരു ശരീരത്തിലിരുന്ന സമയത്ത് എന്നെ കളിയാക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാൾ പിൽക്കാലത്ത് എന്നെ അടുത്ത് അങ്ങനെ ഒരു താല്പര്യം കാണിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കാലം കാത്തുവെച്ച കാലനീതി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സാധനം തോന്നിയായിരുന്നു. ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. അതെ.
ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയില് ഈ അടുത്ത കാലത്ത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമുണ്ട് പറ്റി കൂവകം റിച്വൽസ്. അത് ഇപ്പൊ നിങ്ങള് കരയുന്നത് കണ്ടു. അപ്പൊ കുറെ പേരൊക്കെ കമന്റ് ഇടുന്നു, ഇതെന്താണ്, ഇങ്ങനെ അഭിനയമാണോ അല്ലേ? ഒന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. വിധവകളെ പോലെ നടക്കുന്നത് കണ്ടു, കല്യാണം പോലെ കണ്ടു, അത് മുറിക്കുമ്പോൾ കരയുന്നത് കണ്ടു. ശരിക്കും എന്തായിരുന്നു അത്? ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണോ അതോ എന്തെങ്കിലും ആക്ടിങ് ഉണ്ടോ? ഇത് മഹാഭാരത യുദ്ധസമയത്ത് എന്താ പറയുക, യുദ്ധവിജയത്തിനായിട്ട്, പാണ്ഡവര വിജയത്തിനായിട്ട് അർജുനന്റെ മകൻ അറവാൻ സ്വയം ബലി കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. കാളിദേവിക്ക് കാളിപ്രീതിക്കായിട്ട് ബലി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചിട്ട് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നു. വീരമൃത്യു വരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കാനായിട്ട് സ്ത്രീകൾ ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മോഹിനി രൂപം സ്വീകരിച്ചിട്ട് അറവാനെ വിവാഹം ചെയ്യുകയും പിറ്റേ ദിവസം വൈദ്യവ്യം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത്. അതിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളാണ് അവിടെ താലി കെട്ടുന്നതും. അതായത് അവിടെ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഒരു എന്താ പറയുക തുടർച്ച എന്നോണം താലി കെട്ടുകയും പിറ്റേ ദിവസം താലി അറുക്കുകയും വളകളുടയ്ക്കുകയും വൈദ്യവ്യം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വെള്ള വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മോഹിനികളായിട്ടാണ് ട്രാൻസ് മനുഷ്യരെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും കാണുന്നത്. ഇപ്പം ഞാൻ അവിടെ പോയ സമയത്താണെങ്കിൽ പോലും അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവിടെയുള്ള ആളുകൾ നമ്മളെ അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. എവിടെ ചെന്നാലും എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. എവിടെ ചെന്നാലും ആ ഒരു റെസ്പെക്റ്റ് തരുന്നത് ഫീൽ ചെയ്തു. അതല്ലാതെ ഇവിടെയൊക്കെ എനിക്കിപ്പോൾ കളിയാക്കുകളൊന്നും നേരിടാറില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വരുന്ന കമൻസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നടന്നു പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴൊന്നും അങ്ങനെ ഒരാളും കളിയാക്കാറൊന്നും ഇല്ല. പക്ഷെ അവിടെയും അങ്ങനെ ആരെയും കളിയാക്കുന്നത് പോലെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അത്രയും ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ഭൂമിയാണ് അമ്പലം ചുറ്റിപ്പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ അത് വൈറലായിരുന്നു. നിങ്ങൾ ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടു. ശരിക്കും ഇമോഷണലി ആ സമയത്ത് അത്രയും വീക്ക് ആവുന്നതാണോ അത്? നമുക്ക് സങ്കടം ഉണ്ടാവും, ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മുടെ വിവാഹമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തേക്ക് അറവാനെ വിവാഹം ചെയ്യാണ്. പിറ്റേ ദിവസം നമ്മൾ വൈദ്യവ്യം സ്വീകരിക്കുക. അപ്പം വൈദ്യവ്യം സ്വീകരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പോലെ താലി അറുത്ത് കയ്യിലെ വളകളൊടച്ച് എന്താ പറയുക, നമ്മുടെ കുങ്കുമം മാച്ച്, നമ്മുടെ പൂവെടുത്ത് കളഞ്ഞ് സീമന്തം എല്ലാം മാറ്റി നമ്മുടെ കല്ലുമിട്ടി ഊരും എല്ലാം ഊരും. അങ്ങനെ നമ്മൾ എന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച് നമുക്കത് ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ആ സങ്കടം, നമ്മുടെ വിഷമം, നമ്മളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോരോ സങ്കടങ്ങളുണ്ടാവും അവരുടെ ലൈഫിൽ കടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെ. അപ്പം ഒരു ട്രാൻസ് പേഴ്സൻ്റെ മനസ്സിനുണ്ടാകുന്ന സങ്കടങ്ങളെല്ലാം അവിടെ ഇറക്കി വെക്കുന്നു എന്നും കൂടെ പറയപ്പെടുന്നു. അപ്പോൾ അത് റിയാലിറ്റി ആയിരുന്നു അല്ലേ? റിയാലിറ്റിയാണ്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് കഴിഞ്ഞ ദിവസവും കൂടി ഞാൻ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. റിയൽ ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ, പിന്നെ ഫേക്ക് ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ട് ദേൻ്റെയും ശ്രുതി സിത്താരയുടെയും ഒരു പഴയ ഫോട്ടോ കൊടുത്തിട്ട്. അപ്പം ദേയുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് ഇതേപോലെ എപ്പോഴും ഓരോ കോൺട്രവേഴ്സീസ് വന്നുകൊണ്ടിരിക്കും. ശരിക്കും ദേക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കൊടുക്കാനുണ്ടോ? റിലേഷൻ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നെക്കുറിച്ച് പറയാം, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാം. ഞാനങ്ങനെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കണം, ആരും അറിയരുത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാനത് പബ്ലിക്കിൽ പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ആഗ്രഹിക്കുമല്ലോ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് ഇടാനും വീഡിയോസ് ഇടാനും പുറത്ത് പോകുന്നത് ഇടാനും. നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് പിറ്റേ വർഷം ആ ഒരു സമയമാകുമ്പോൾ മെമ്മറി നമുക്ക് വരും. പക്ഷേ ഞാനൊരു പാൻസെക്ഷൽ പേഴ്സണാണ്. ഞാനത് 2017 ഞാനൊരു പാൻസെക്ഷൽ പേഴ്സണാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഡസൻറ്റ് മീൻസ് ഒരേ സമയം ഒരുപാട് പേരെ വേണം, അങ്ങനെയുള്ളതല്ല. അത് എൻ്റെ കൂടെയുള്ളവർക്കറിയാം ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ല ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. നമുക്ക് അതിനപ്പുറത്തേക്കും ഒരു ലൈഫുണ്ട്, ഒരു ജീവിതമുണ്ട്. അപ്പം റിലേഷൻഷിപ്സ് വരും പോവും. അതിപ്പം നമുക്ക് അങ്ങനെ ഒരാളിൽ തന്നെ ഒരു ടോക്സിക് ബന്ധത്തിൽ തന്നെ
തുടരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പം ആരെയും പറയുന്നതല്ല, ഏതൊരു ബന്ധമാണെങ്കിലും ചിലപ്പോൾ ഞാൻ ടോക്സിക് ആവാം, ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളായിരിക്കാം ടോക്സിറ്റി ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ചേർന്ന് പോവില്ല എന്ന് തോന്നുന്ന ബന്ധങ്ങൾ ഏതാണെങ്കിലും നമ്മളത് മുറിച്ചെറിഞ്ഞ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പം വെരി റീസെൻ്റ്ലി എൻ്റെ ഒരു ബന്ധു 21 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ടോക്സിറ്റി കാരണം സൂയിസൈഡ് ചെയ്തു. അത് വാർത്തയായതായിരുന്നു. അപ്പം ആ കുട്ടി മരിച്ചു. നഷ്ടം ആർക്കാണ്? ഒന്നാമത് ആ കുട്ടിക്ക് നഷ്ടമാണ്, ഫാമിലിക്ക്. ആ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ പിന്നെയും അങ്ങോട്ടൊരു ജീവിതം ഉണ്ടാവില്ലായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പിൻ്റെ സമയത്താണ് ഞാൻ സൂയിസൈഡിന് ശ്രമിക്കുന്നത്. ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റേത്. അത് സൂയിസൈഡിന് ശ്രമിക്കാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എൻ്റെ അടുത്തറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എൻ്റെ പിന്നിൽ. ഞാനതൊന്നും ഇനി എടുത്തിട്ട് മറ്റാരെയും ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാരെയും ബുള്ളിങ് ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അത് വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ആവാതിരിക്കാൻ പല റീസൺസും ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ മെൻ്റലി ഭയങ്കരമായിട്ട് തളർത്തിയിട്ട് ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി എനിക്ക് കുറച്ചും കൂടെ ആയുസുള്ളതുകൊണ്ടായിരിക്കാം അന്ന് എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. എൻ്റെ ഓർമ്മയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ആരെയും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളൊക്കെ എന്തായിരുന്നെന്നും ഏതായിരുന്നെന്നും എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ലൂർദിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതൊന്നും അധികാർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് പഴയ ലൈഫിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. എനിക്കെൻ്റെ ലൈഫിൽ ഞാൻ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. എടുത്തുചാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതിനകത്തൊന്നും ഒരു റിഗ്രഷനും ഇല്ല കേട്ടോ. ഇല്ല. കാരണം ഇത് ജീവിതമാണ്. നമ്മൾ മനുഷ്യനാണ്. നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റാം. നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ തെറ്റായി തീരുമാനങ്ങൾ എടുക്കാം, എടുത്തുചാട്ടങ്ങൾ ഉണ്ടാവാം, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നു പോവാം. ഇനി അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് തന്നെ നെക്സ്റ്റ് നമുക്കൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരിക്കും. അതെ, കോൺഷ്യസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഓക്കേടാ, നമുക്കത് ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം. സ്ട്രോങ് ആവും. ഞാനും എൻ്റെ സെക്കൻഡ് റിലേഷൻഷിപ്പിലുള്ള ഒരാളും ഒക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഇപ്പോഴും ഇരിക്കുന്നവരാണ്. അതായത് ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, കൂട്ടുകാരൊക്കെ കൂടെ ഒരുമിച്ച്. ഞങ്ങൾക്കിടെ ഞങ്ങളുടെ പ്രശ്നങ്ങളില്ലാത്തതിൻ്റെ റീസൺ നമ്മൾ പരസ്പരം ഹേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരു റിലേഷൻ ബ്രേക്ക് ആയതിൻ്റെ പേരിൽ പരസ്പരം ഹേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് ചിന്തിക്കാൻ പഠിച്ചു. എനിക്ക് എൻ്റെ ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരാൾ അവർക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോടുള്ള പ്രണയം നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറയണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതായത് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അതായത് ഇല്ല എനിക്ക് അങ്ങനെ തന്നെയാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ബാക്കി കൂടെ വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം എൻ്റെ അടുത്ത് വന്നിട്ട് ഓപ്പണായിട്ട് വന്നിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം, എനിക്ക് വേറൊരു റിലേഷനായി, അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ അവരെ നിർബന്ധിക്കില്ല, അവരെ പിടിച്ചു നിർത്തില്ല, അവരെ ഞാൻ ഒരു തരത്തിലും ഞാൻ മറ്റേ ഏതോ ആരുടെ വരികളാണ്, ഞാൻ പ്രേമലേഖനം എഴുതില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ അവരെ ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല, അവരൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ അവരെനിക്കൊരു ഹോപ്പ്, ചെറിയൊരു ഹോപ്പ് എങ്ങനെ തന്നാലും ഞാനവിടെ വെയിറ്റ് ചെയ്യും, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. ഞാനായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇല്ല ഞാനായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പും നമുക്കത് അവസാനിപ്പിക്കാം, എനിക്കിത് പറ്റത്തില്ല, വേറെ പോവാണ്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റിലേഷൻഷിപ്പിലും ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനി ഹോപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ മൂവ് ഓൺ ചെയ്തു. ഇനിയിപ്പം എനിക്കിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അടുത്ത ആൾ പ്രേമിക്കുമായിരിക്കും. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും മറ്റാരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ളൊരു കാര്യങ്ങളല്ല. പിന്നെ ഈ സമൂഹം ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. തടിച്ചിരുന്നാൽ കുറ്റം, മെലിഞ്ഞിരുന്നാൽ കുറ്റം, പൊക്കം കൂടിയാൽ കുറ്റം, പൊക്കം കുറഞ്ഞാൽ കുറ്റം, ജാതിയിൽ കുറഞ്ഞവരായാൽ കുറ്റം, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയാൽ കുറ്റം, ഡിവോഴ്സ് ആയാൽ കുറ്റം, വിധവയായാൽ കുറ്റം, അങ്ങനെ നമ്മളുടെ കുറ്റങ്ങളുടെ ലിസ്റ്റുകൾ നീണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. കറുത്തതായാൽ കുറ്റം, ഇങ്ങനെ നീണ്ട് പൊക്കൊണ്ടേയിരിക്കും. അപ്പം ഒരാളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ പറയും, ഓ ഇവർക്ക് ഇത് തന്നെയാണ് പരിപാടി, ഇവർക്ക് ഇത് തന്നെയാണ് പണിയെന്ന് പറയും. അതേസമയം ആ കുട്ടി
ആ ടോക്സിക് റിലേഷൻഷിപ്പ് സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയും, ശേ എന്തിനായിരുന്നു ഒരു റിലേഷന് വേണ്ടിയിട്ടല്ലേ, ഒരു ചെറുക്കന് വേണ്ടിയിട്ടാണോ ആ കുട്ടി ജീവിതം കളഞ്ഞത്, ആ കുട്ടിക്ക് വേറൊരു റിലേഷൻ കിട്ടില്ലായിരുന്നു, നല്ല ഒരാളെ കിട്ടില്ലായിരുന്നു, എന്ത് പണി ആ കുട്ടി കാണിച്ചെന്ന് ചോദിക്കും. ഇത് രണ്ടും പറയുന്നത് ആരാ? ഈ നമ്മൾ പറയുന്ന ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഇത് രണ്ടും പറയുന്നത്. സോ ഞാൻ അതുകൊണ്ട് ആരെയും ബോധർ ചെയ്യുന്നില്ല, ആരെയും എന്ത് പറഞ്ഞാലും ഇതെൻ്റെ ജീവിതമാണ്, അതായിട്ട് മുമ്പോട്ട് പോവുക, അത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 2-3 റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാതെ പോകുമ്പോഴേക്ക് ഒരു പോയിന്റിലെങ്കിലും എന്താ ദൈവമേ ഞാൻ എന്താ വൈ ഷുഡ് ഐ അങ്ങനെ ഒരു തോട്ട് വരാറില്ലേ? ദേവി, എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെയാലും ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നമാണോ, ഞാനൊരു റിലേഷൻഷിപ്പിൽ അതിൻ്റെ എത്തിക്സ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. തിരിച്ചും എൻ്റെ അടുത്തും ആ എത്തിക്സ് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഞാൻ തിരിച്ച് സ്നേഹം ആഗ്രഹിക്കും. ഇപ്പം ചില ആളുകൾ പറയുമല്ലോ, നമ്മൾ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ വേണം ഒരാളെ പ്രണയിക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ തിരിച്ച് സ്നേഹം ആഗ്രഹിക്കും, ഞാൻ തിരിച്ച് അറ്റൻഷൻ ആഗ്രഹിക്കും. എന്നെ ഈ ലോകത്ത് വേറൊരാളും എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്നെ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെന്നെ ശ്രദ്ധിക്കണം ഞാൻ ആഗ്രഹിക്കും. സ്നേഹിക്കണമെന്നും എന്നെ അവർ ശ്രദ്ധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെനിക്ക് വേണം. അതില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. എനിക്കത് പ്രകടമായിട്ട്, മാധവിക്കുട്ടിയൊക്കെ പറയുന്ന പോലെ എനിക്കത് പ്രകടമായിട്ട് തന്നെ കിട്ടണം. ഈ പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം പറയുമ്പോഴായിരിക്കും മേ ബി പലരും പറയുന്നത് ഞാനായിട്ടൊരാളെയും വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ എങ്കിൽ പോലും ലൈക്ക് സ്വന്തം തെറ്റുകൊണ്ടോ ഒന്നുമല്ല, ലൈക്ക് നാച്ചുറലി സംഭവിച്ച പല ബ്രേക്കപ്പുകളും മറ്റ് ഇതൊന്നും അറിയാത്ത ആളുകൾ പെർഫെക്റ്റ് ആണെന്നല്ല, ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നും അല്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എൻ്റെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം, പിണങ്ങാം. രണ്ടുപേര് രണ്ട് പെർസ്പെക്റ്റീവിലുള്ള 2 ലൈഫ് സ്റ്റൈലിൽ വരുന്ന ആളുകളാണ്. രണ്ടുപേരും ഒരുമിച്ച് പെട്ടെന്ന് ഒരേപോലെ തന്നെ സംസാരിക്കണം, ഒരേപോലെ തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഒരിക്കലും ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ പാകത്തിനുള്ള തെറ്റുകളോ പ്രശ്നങ്ങളോ കുറ്റങ്ങളോ അല്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക അല്ല. ഇതിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യാത്ത ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം നിങ്ങളെ കാണുന്ന ആളുകൾ വന്ന് സ്ലട്ട് ഷെയ്മിങ് ചെയ്യാറുണ്ട്, കമൻസ് ഇടാറുണ്ട്. ഇവരോട് എന്താ പറയാനുള്ളത്? ആളുകൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇതിന് താഴെയും ആളുകൾ വന്നിട്ട് മോശം കമൻസ് പറയാം. ഇതിപ്പം ഈ അടുത്തിടെ നൂറി തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള 2 പേരുണ്ടായിരുന്നു, കുഞ്ഞിയും നിഖിലും. അതെ, അവരുടെ വീഡിയോൻ്റെ താഴെ എത്ര മോശം കമൻസ് ആയിരുന്നു ചിലതിൻ്റെയൊക്കെ, ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ താഴെ. ഞാനത് കണ്ടിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട് ആളുകൾ എന്താ ഇങ്ങനെയെന്ന്. ഈ വെരി റീസെൻ്റ്ലി ലോകയുടെ റൈറ്ററായിട്ടുള്ള ആള് ഒരു റീലിലാണ് ഞാൻ കാണുന്നത്. ആ റീലിൽ അവർ ജസ്റ്റ് വോക്ക് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് 34C എന്നായിരുന്നു. അവ തൊട്ട് താഴെ അതിൻ്റെ ഒരാൾ വന്നിട്ട് പറയുന്നു 34C അല്ലട വേണ്ട, 36C ആണ്, C കറക്റ്റാണ്, 36 ആണ്. അതായത് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിൻ്റെ സൈസാണ് അവരിരുന്നുകൊണ്ട് അളന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ആളുകൾ. ഇവിടെ ബയോളജിക്കൽ ഫീമെയിലായുള്ള ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സൈബർ ബുള്ളിങ്ങുകളും അല്ലെങ്കിൽ സ്ലട്ട് ഷെയ്മിങ്ങും എല്ലാം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പുതുമയുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെക്കാൾ കൂടുതൽ എനിക്ക് നേരിട്ടെങ്കിലേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ ബാധിക്കാറില്ല. അത് നമ്മൾ നേരത്തെ എന്നെ ബാധിക്കുമായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു ബാഡ് കമൻസ് ഒക്കെ വരുമ്പോൾ അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ, ഉറങ്ങില്ല, എനിക്ക് ഉറക്കം വരത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കും ഞാൻ അങ്ങനെയല്ലല്ലോ ചിന്തിച്ചത്, ഞാൻ ചിന്തിച്ചതുപോലെ അല്ലല്ലോ അവർ പറയുന്നത്, മാനിപ്പുലേറ്റ് ചെയ്തൊരു മാറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഞാൻ എന്തിനാ അവരെ തെളിയിക്കണം, പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറ്. ഞാൻ ഇടയ്ക്ക് കമൻറ്റ് വായിച്ച് ചിരിക്കും. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഇരിക്കുന്ന സമയത്ത് നോക്കടി ഇങ്ങനെ ഒരു കമൻറ്റ് വന്നെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കും എന്നുള്ളതല്ലാതെ അത് ബോധർ ചെയ്യാറേ ഇല്ല. ഇനിയൊരു റിലേഷൻഷിപ്പ് വന്നാലെന്നല്ല, ദേ എന്തായാലും സിംഗിളായിട്ടിരിക്കുന്ന ഒരാളായിരിക്കില്ല. എപ്പോഴും സിംഗിളായിട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ബട്ട് ദേ അങ്ങനെ ജീവിതകാലം മുഴുവനും സിംഗിളായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ദേയുടെ ഇപ്പൊ ഒരുപാട് ബ്രേക്കപ്സ് വന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഇനി ഒരു പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന അങ്ങനെയൊന്നുമല്ല, ട്രൂ ആയിട്ടുള്ള വിരലുണ്ടാവുന്നത്. അപ്പോൾ ഇനി ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്സ് അത്യാവശ്യം
ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ എന്നെ അങ്ങനെ കാണുന്നത്. അതെ. സി ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സിംഗിളായിട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഞാനങ്ങനെ സിംഗിളായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, എന്താ പറയുക, ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നീ എവിടെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ലൊരു കമ്പാനിയൻഷിപ്പാണ്. അതായത് നല്ലൊരു കമ്പാനിയൻഷിപ്പാണ്, നമ്മളെ മനസ്സിലാക്കുന്ന, പരസ്പരം ഗ്രോത്ത് മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പാകത്തിന് മനസ്സിലാക്കുന്ന ഒരാളെ. അയാൾ നമ്മളെ കൂടെ താമസിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ അയാൾ എപ്പോഴും നമ്മളുടെ പാമ്പർ ചെയ്ത് കൂടെ നടക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ എനിക്ക് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിത്തരണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്നും വേണ്ട. അയാളുടെ ജീവിതത്തിൻ്റെ സമയത്തിൽ ഒരു ചെറിയൊരു ഭാഗം, ഏറ്റവും വിലപ്പെട്ടത് സമയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് എന്നോടൊന്ന് സംസാരിക്കാൻ തയ്യാറാവുന്ന, അല്ലെങ്കിൽ എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിലേക്ക്, ഞാനിപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം നമുക്കത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നിനക്കത് ചേരത്തുണ്ടാവില്ല എന്ന് പറയാൻ പാകത്തിനൊരു മനുഷ്യൻ, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാം ഈ ലോകത്തിലെ എന്ത് കാര്യമാണെങ്കിൽ പോലും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾ. അതാണ് എൻ്റെ മനസ്സിലായി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു പാർട്ട്ണർ എന്ന് പറയുന്നത്. അതല്ലാതെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്നോ വില കൂടി സമ്മാനങ്ങൾ വേണമെന്നോ ഒന്നുമില്ല. അത്തരം ഒരു മനുഷ്യനെ കിട്ടുന്നിടത്തോളം കിട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അതെ, അത്രേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് കിട്ടട്ടെ അങ്ങനെ ഒരാളെ, ദേയുടെ ആഗ്രഹം പോലെ.